നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വന്നിരിക്കുന്നത്. ഇന്ന് വീട്ടിൽ ക്രൈംബ്രാഞ്ച് ചെന്നിരുന്നു. ഈ പറഞ്ഞതുപോലെ മൊഴികളും ഒക്കെ രേഖപ്പെടുത്തുകയാണ്. അത് നിലനിൽക്കെയാണ് ഇന്ന് മറ്റൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന് രണ്ട് മാധ്യമ പ്രവർത്തകർ അവർക്ക് നേരിട്ട ചില അനുഭവങ്ങൾ തൻ്റെ പോസ്റ്റിലൂടെ, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചു. ഒരു പ്രശസ്തമായിട്ടുള്ള, ഒരുപക്ഷെ നമ്മളൊക്കെ കാണുന്ന ഒരു ചാനലിനെതിരെയാണ് ആ ഒരു പോസ്റ്റ് വന്നത്. അപ്പോൾ റിനി, ഈ പറയുന്ന ഹണി, നിരവധി പെൺകുട്ടികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പറഞ്ഞപ്പോൾ അവർക്ക് നീതി വേണമെന്ന് വാദോരാതെ സംസാരിച്ച ചാനലുകാർ സ്വന്തം സഹപ്രവർത്തകർക്ക് വേണ്ടി മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയം. ഇന്നലെ റിപ്പോർട്ടർ ചാനലിൻ്റെ മീറ്റ് ദി എഡിറ്റേഴ്സ് എന്നൊരു പ്രോഗ്രാമുണ്ട്. അതിൻ്റെ തംബ്നെയിൽ ഞാൻ ശ്രദ്ധിച്ചു. അവിഹിത കഥകൾ നിർത്താം, ഇനി നമുക്ക് സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് കടക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമുക്ക് അംഗീകരിക്കാം. രണ്ടാമത് അതിനേക്കാളൊക്കെ വലിയൊരു നീക്കം നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നു. ക്രൈംബ്രാഞ്ചിനെ ഈ കേസ് ഏൽപ്പിച്ചത് വഴി മറ്റൊരു നല്ല തുടക്കമാണ് നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. കേരളം ഇന്ത്യയിൽ തന്നെ ഒരു മാതൃക സംസ്ഥാനമാകുന്നു. ഏതെങ്കിലും തലത്തിലുള്ള അവിഹിത കഥകൾ പ്രചരിച്ചാൽ ക്രൈംബ്രാഞ്ച് ആ കേസ് ഏറ്റെടുക്കുമെന്നത് നമ്മുടെ സ്ത്രീകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരും. മിക്ക വീടുകളിലും ഇത്തരം ചില സംശയങ്ങളും അവിഹിത ആരോപണങ്ങളുമൊക്കെ ഉണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദിനംപ്രതി എന്നോണം ഇത്തരം ആളും പേരുമില്ലാത്ത അവിഹിത കഥകൾ കേൾക്കാറുണ്ട്. ചിലരെക്കുറിച്ചൊക്കെ വളരെ ദുരൂഹമായ കാര്യങ്ങൾ എഴുതാറുണ്ട്. ഒരുപാട് കുടുംബങ്ങളിലെ ദുരിതങ്ങളെക്കുറിച്ച് സ്ത്രീകൾ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ആയിട്ടും കുറിപ്പുകളായിട്ടും തങ്ങളുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഇത്തരം ആരോപണങ്ങളൊക്കെ ഇനി നമ്മുടെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കട്ടെ. ഒരു പക്ഷേ ക്രൈംബ്രാഞ്ചിനൊരു സ്ഥിരം ഫോറം അതിനുവേണ്ടി ആവശ്യമായി വരും. അങ്ങനെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു ശക്തമായ തുടക്കം രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കേരളത്തിന് സംഭവിക്കട്ടെ. അതിൻ്റെ ഭാഗമായി ഇന്നലെ VT ബൽറാം പറഞ്ഞു. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നേരത്തെ രഞ്ജിനി പറഞ്ഞ ആരോപണം, 2-3 മാധ്യമപ്രവർത്തകർ ചാനലിൽ തങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട ചില പീഡനങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചില തുറന്നെഴുത്തുകൾ നടത്തി. ഈ കേസുകൾ കൂടി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന നിർദ്ദേശമാണ് VT ബൽറാം വെച്ചത്. വളരെ നല്ല നിർദ്ദേശമാണ്. അപ്പോൾ അങ്ങനെ ക്രൈംബ്രാഞ്ചിലേക്ക് ഊരും പേരുമില്ലാത്ത ഏത് ആരോപണങ്ങൾ വേണമെങ്കിലും ക്രൈംബ്രാഞ്ചിനെ ഏറ്റെടുക്കാമെന്നൊരു സ്ഥിതി കേരളത്തിന് നല്ലതാണ്. ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു പരാതിപ്പെട്ടി വെച്ചാൽ അതിൽ ഊമക്കത്തുകളായി ഇത്തരം ആരോപണങ്ങൾ, അവിഹിത ആരോപണങ്ങൾ അല്ലെങ്കിൽ അവിഹിതവുമായി ബന്ധപ്പെട്ട തെളിവുകൾ പൊതുജനങ്ങൾക്ക് നിക്ഷേപിക്കാനുള്ള ഒരു സംവിധാനം, അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് അതിലെ നെല്ലും പതിരുമൊക്കെ തിരിച്ച് കുടുംബങ്ങളെ രക്ഷിച്ചെടുക്കട്ടെ. നല്ലൊരു തുടക്കമാവട്ടെ. 1. 2, മറുവശത്ത് ഇതുവരെ ഒരു പരാതിക്കാരി പോലും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നമ്മൾ കാണുന്നില്ല. ഒരു പരാതിക്കാരിയെ പോലും കാണുന്നില്ല. അഡ്വക്കേറ്റ് TB മിനി കേരളം ഏറെ ബഹുമാനിക്കുന്ന ഒരു വനിതാ അഭിഭാഷകയാണ്, പൊതുപ്രവർത്തകയാണ്. സ്ത്രീ വിഷയങ്ങളിൽ ശക്തമായി നിലപാടെടുക്കും. ദിലീപിനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച ഒരു പോരാളിയാണ് TB മിനി. നമ്മൾ ചാനലുകളിലൊക്കെ കണ്ടതാണ്. ദിലീപിൻ്റെ കേസ് ശക്തമായ സമയത്ത് TB മിനിയുടെ ഒരു വാദങ്ങൾ, TB മിനിയുടെ ഒരു നിലപാടുകൾ. ഈ TB മിനി ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കൃത്യമായൊരു നിലപാടിന് സമൂഹ മാധ്യമത്തെക്കുറിച്ച് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. TB മിനി പറയുന്നു, ഇത് സ്ത്രീകൾക്ക് ചില അശ്ലീല മെസ്സേജ് അയച്ചു തുടങ്ങി വളരെ ചെറിയ, എളുപ്പത്തിൽ ജാമ്യം കിട്ടുന്ന ഒരു പെറ്റി കേസ് മാത്രം ചുമത്താവുന്ന കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്നത്. ഇത് രാഹുലിന് കൂടുതൽ പ്രശസ്തി കിട്ടാനും രാഹുലിനെ കൂടുതൽ ബഹുമാന്യനാക്കാനും ഇടവരുത്തും. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ രാഹുലിന് നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് TB മിനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ TB മിനി പറഞ്ഞു വയ്ക്കുന്നത് ഈ കേസ് അടിസ്ഥാനപരമായി നിലനിൽക്കുന്നതല്ല എന്നാണ്. ഈ കേസ് നിലനിൽക്കണമെങ്കിൽ പരാതിക്കാരികൾ വേണം, തെളിവുകൾ വേണം. ഈ പരാതിക്കാരിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിനെ നമ്മൾ ആദ്യമായാണ് കേരളം കാണുന്നത്. ഒരു കേസ് FIR ഇടുന്നു, അതിനുശേഷം പരാതിക്കാരിയുണ്ടോ എന്ന് ചോദിച്ച് കേരളത്തിൽ തലങ്ങും വിലങ്ങും ഓടുന്ന ഒരു ക്രൈംബ്രാഞ്ച് സംഘം. തിരുവനന്തപുരം, കൊച്ചി കേന്ദ്രീകരിച്ചാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഈ അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുന്നത്. കാരണം ആരോപണം ഉന്നയിച്ച 3 പേർ, 1 റിനി ആൻ ജോർജ്, 2 മറ്റേ നമ്മുടെ ഒരു ഹണി ഭാസ്കരൻ, പിന്നെ 3ാമത് ഒരു വ്യാജ ശബ്ദരേഖ നിലനിൽക്കുന്നു, പിന്നെ ഒരു നമ്മുടെ ട്രാൻസ് വുമൻ്റെ ഒരു പരാതിയല്ല, ആരോപണം നിലനിൽക്കുന്നു, അവന്തികയുടെ. അപ്പോൾ അവന്തിക, ഹണി,
നടി റിനി, ഈ 3 പേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണം ക്രൈംബ്രാഞ്ച് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഈ 3 പേരിൽ നിന്ന് മൊഴിയെടുത്തു. പക്ഷേ ഇപ്പോഴും 3 പേർക്കും പരാതിയില്ല. ഈ 3 പേർക്കപ്പുറത്ത് ഏതെങ്കിലും പരാതിക്കാരികളെ കിട്ടുമെന്ന പ്രതീക്ഷയായിരുന്നു പിണറായി വിജയന്. കാരണം പരാതിക്കാരികൾ മുന്നോട്ട് വരാൻ ആദ്യം പിണറായി വിജയൻ പരസ്യമായി ആഹ്വാനം ചെയ്തു, അവർക്കെല്ലാ സുരക്ഷയും വാഗ്ദാനം ചെയ്തു, പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ചിനെ ഈ കേസ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ കൃത്യമായൊരു കണക്കുകൂട്ടൽ ഈ സർക്കാരിനുണ്ടായിരുന്നു. ഒന്ന്, മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വരുന്ന അതിജീവിതകൾക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 2, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് ശക്തമായ നിയന്ത്രണമുള്ള ക്രൈംബ്രാഞ്ച് സംഘത്തെ കൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കുന്നു. അപ്പോൾ ആദ്യ ചുവടുവയ്പ്പുകൾ ഗംഭീരമായിരുന്നു. പക്ഷേ പിണറായി വിജയന് പിഴച്ചത് ഇതിൽ പരാതി ഉന്നയിച്ച് പരാതിക്കാർ മുന്നോട്ട് വരാത്തതാണ്, തെളിവുകളില്ലാത്തതാണ്. മറ്റൊന്ന്, ചാനലുകൾ പബ്ലിഷ് ചെയ്ത ശബ്ദരേഖ. ആ ശബ്ദരേഖയുടെ പിന്നാലെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പായുകയാണ്. യഥാർത്ഥത്തിൽ ഏത് യുവതിയുടേതാണ് ഈ ശബ്ദരേഖ? ഇതുവരെ യുവതിയെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. ഈ ശബ്ദരേഖയുടെ യഥാർത്ഥ സോഴ്സ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എത്ര വിപുലമായ ഒരു അന്വേഷണ സംഘത്തെയാണ് സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്, അതും ഊരും പേരുമില്ലാത്തൊരു കേസിൻ്റെ പേരിൽ. വിദഗ്ധരായ സൈബർ വിദഗ്ധർ അതിലുണ്ട്, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഈ കേസ് അന്വേഷിക്കാൻ ബാക്കി എല്ലാ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടമുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവി വെങ്കടേഷിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ കേസ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ വലിയൊരു വിപുലമായ ടീമിനെ ഇതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നു. വളരെ നല്ലത്. പക്ഷേ ഇത് നമ്മുടെ സമൂഹ മാധ്യമ ഇടങ്ങളിൽ പ്രചരിച്ച ചില ആരോപണങ്ങളാണ്. ഈ സമൂഹ മാധ്യമങ്ങളിലാണ് ഈ തെളിവുകൾ നിൽക്കുന്നത്. മറ്റേതെങ്കിലും വസ്തുതാപരമായ അന്വേഷണത്തിനായിരുന്നുവെങ്കിൽ സൈബർ ഡിപ്പാർട്ട്മെൻറ്റിനെ ഇത് ഏൽപ്പിക്കാമായിരുന്നു. സൈബർ പോലീസ് ഈ കേസ് അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ സൈബർ പോലീസിനേക്കാൾ മികവുറ്റ സൈബർ പോലീസിനെ തങ്ങളുടെ സംഘത്തിൽ ഉൾപ്പെടുത്തി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നൊരു വിധി കേട്ടു. നമ്മുടെ നവീൻ ബാബു, പഴയ ADM, അദ്ദേഹത്തിൻ്റെ കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ സമർപ്പിച്ച ഒരു ഹർജി ഇന്ന് തള്ളിക്കളയാൻ കോടതി പറഞ്ഞ ന്യായം, സർക്കാർ ഈ കേസന്വേഷണം ഫലപ്രദമായി നടത്തിയെന്നും ഈ കേസിൽ മറ്റ് ദുരൂഹതകളില്ല എന്ന് കണ്ടെത്തിയെന്നും കോടതിയെ ബോധിപ്പിച്ചതുകൊണ്ടാണ്. ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ ഇതൊക്കെ ബോധ്യപ്പെട്ടു. അപ്പോൾ വളരെ ദുരൂഹമായ ഒരു ADMൻ്റെ കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘമൊന്നും വേണ്ട. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഈ അവിഹിത കഥ അന്വേഷിക്കാൻ കേരളത്തിന് ക്രൈംബ്രാഞ്ചിനെ നിയോഗിക്കുന്നു. ഖജനാവിലെ പണമല്ലേ, പോകട്ടെ, അതൊക്കെ ഒരു വഴിക്ക് നീങ്ങട്ടെ. സർക്കാരിൻ്റെ പ്രതിബദ്ധത അതിൽ നമുക്ക് വ്യക്തമാണ്. എന്നാൽ മറുവശത്ത് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ പൂർണ്ണമായി രക്ഷപ്പെട്ടിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി തികച്ചും പ്രതിരോധത്തിലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചുവന്ന് തങ്ങൾ നാറുമോ എന്ന് ഭയപ്പെട്ട് സതീശൻ ഉൾപ്പെടെയുള്ളവർ വളരെ രൂക്ഷമായി പ്രതികരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ശക്തമായ നടപടികളെടുക്കുന്നു. അത് യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. പിന്നീട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ അണികൾ ആക്രോശം മുഴക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടികൾ സ്വീകരിച്ചത്? ക്രൈംബ്രാഞ്ചിന് പോലും ഒരു പരാതിക്കാരിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത്? രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ ഇത്രയേറെ പൊതുമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞത്? അത് കോൺഗ്രസ് നേതാക്കളുടെ നെഞ്ചിൽ വന്ന് തറയ്ക്കുന്ന ചോദ്യങ്ങളായി നിൽക്കുന്നു. മറുവശത്ത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇപ്പോഴും പ്രതികരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. രാഹുൽ തന്നെ പ്രതിരോധിക്കട്ടെ എന്നാണ് ഏറ്റവും ഒടുവിൽ KPCC വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി എല്ലാ പങ്കും രാഹുലിന് നിൽക്കുമ്പോഴാണ് അവിചാരിതമായി ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു എൻട്രി. ഇതോടെ രാഹുൽ തികച്ചും ഒരു സ്വതന്ത്രനായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇനി ഒരു മാധ്യമപ്രവർത്തകൻ രാഹുലിനോട് ഈ വിഷയത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചാൽ നിങ്ങൾ ക്രൈംബ്രാഞ്ചിനോട് ചോദിക്കുമെന്ന് രാഹുലിന് പറയാം. പൂർണ്ണമായ എൻ്റെ ഉത്തരവാദിത്വം എല്ലാം പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുന്നു. പിന്നീട് നമ്മൾ ഇന്ന് കേൾക്കുന്ന വാർത്തകൾ, ക്രൈംബ്രാഞ്ച് സംഘം അടൂരിലെ രാഹുലിൻ്റെ വീട്ടിലെത്തി, വീട് വളഞ്ഞു നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യും. വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണ്. ഒരു വശത്ത് മറ്റൊരു ക്രൈംബ്രാഞ്ച് സംഘം ഒരു പരാതിക്കാരിക്ക് വേണ്ടി നെട്ടോട്ടത്തിലാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു പരാതിക്കാരി അവതരിക്കാമെന്നും പരാതി ലഭിച്ചാൽ ഉടൻ
ഒരു നിമിഷം പോലും പാഴാക്കാതെ മറുവശത്ത് രാഹുലിനെ പൂട്ടി അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയുമാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പദ്ധതി. സാറ് പറയുന്ന ഒരു ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ പരാതിക്കാരികളെ തേടി ഒരു സംഘം പോകുന്നു, മറുഭാഗത്ത് അത് കിട്ടിയ ഉടനെ തന്നെ ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് മറ്റൊരു സംഘം. അപ്പോൾ ഇനിയിപ്പോൾ ഈ പരാതിക്കാരികൾ ഇതുവരെ രംഗത്ത് വരുന്നില്ല, അവർക്ക് താല്പര്യമില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെ നിൽക്കുമ്പോഴും ഇപ്പോൾ ഗർഭചിത്രമാണ് ഏറ്റവും വലിയൊരു വിഷയമായിട്ട് നിൽക്കുന്നത്. അതിൽ ക്രൈംബ്രാഞ്ചിന് ആരാണെന്നുള്ളൊരു വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു മൊഴിയെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രാഹുലിൻ്റെ പൂട്ടണോ വേണ്ടായോ എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. ഒരു പക്ഷേ അതിൽ രാഹുൽ പെടുമോ? ഈ കേരളത്തിൻ്റെ ഒരു പൊതുബോധമുണ്ട്, അത് തിരുത്തപ്പെട്ട് തുടങ്ങിയത് പണ്ടൊരു സോളാർ നായിക അവതരിച്ചതിലൂടെയാണ്. സോളാർ നായിക ആദ്യം നല്ല സ്കോർ ചെയ്തു, ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെ തല വീഴുമെന്ന് കേരളം പ്രതീക്ഷിച്ചു. പിന്നീട് കേരളം അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു പോയ ചില നിമിഷങ്ങളുണ്ട്. ഒരു മുഖ്യമന്ത്രിയുമായി ചേർത്ത് വെച്ച അശ്ലീല കഥകൾ. പിന്നീട് ആ മുഖ്യമന്ത്രിയുടെ അശ്ലീല വീഡിയോയ്ക്ക് വേണ്ടി കോയമ്പത്തൂരിലേക്ക് ഇവിടുന്ന് പുറപ്പെടുന്ന ഒരു ക്രൈംബ്രാഞ്ച് സംഘം, അവരെ അനുഗമിക്കുന്ന പോലീസ് വാഹനങ്ങൾ, മാധ്യമപ്പട, അങ്ങ് കോയമ്പത്തൂരിലെത്തി ഏതോ ഒരു വീടിൻ്റെ കോണിൽ നിന്നൊരു കായസഞ്ചി തൂക്കി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നു. ഒടുവിൽ അത് വെറും കായസഞ്ചിയായിരുന്നു, അതിനകത്ത് കാസറ്റില്ലെന്നും അവർ പരിഹാസ്യരായി പറയുന്നു. ഇതൊക്കെ കൃത്യമായി പ്രോംപ്റ്റ് ചെയ്ത ഒരു മുൻ ജഡ്ജി. അപ്പോൾ ഒരുപാട് അശ്ലീലത അന്ന് വിളമ്പിയ ഒരു കാലഘട്ടമാണ്. അതിനുശേഷം പിന്നീട് ചില അവതാരങ്ങൾ രംഗത്തെത്തി, അവരും പലർക്ക് നേരെയും ചൂണ്ടുവിരലുയർത്തി. അന്നൊക്കെ ആരോപണ മുൾമുനയിൽ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ നിന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലമാണ് സാധാരണ ജനങ്ങളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് ഇക്കുറി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അങ്ങ് ശൂന്യതയിൽ നിന്ന് ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഇവരൊക്കെ നിശബ്ദരായി നോക്കി നിന്നത്. എന്താണ് ഇതിൻ്റെ ഔട്ട്കം? ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും കാമ്പുണ്ടെങ്കിൽ തീർച്ചയായും രാഹുലിനെതിരെ കൃത്യമായ നിലപാടെടുക്കണമെന്ന് കേരളത്തിൻ്റെ പൊതുബോധം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പുറത്ത് ഒരുപിടി സംശയങ്ങൾ. പരാതിക്കാരിയില്ല, പരാതിക്ക് ആധാരമായ തെളിവുകൾക്ക് വ്യക്തതയില്ല. ഇവിടെ കേരളം ആകെ ആശയക്കുഴപ്പത്തിലായത് ഒരു ചാനൽ, പേരെടുത്ത് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ, തുടർച്ചയായി രാഹുൽ എന്ന പെൺവേട്ടക്കാരൻ്റെ കഥകൾ പുറത്തേക്ക് വിടുന്നു. ഇനിയും ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്, ഇനിയും അനേക ശബ്ദരേഖകൾ പുറത്തേക്ക് വരും, രാഹുൽ എന്ന വൻമരം ഇവിടെ വീഴുന്നു, ഇനി രാഹുലിന് ഇനിയുള്ള കാലം കാരാഗ്രഹത്തിൽ കഴിയാം എന്നൊക്കെ പറഞ്ഞ് തുടർ സംപ്രേക്ഷണം ചെയ്യുന്ന, വളരെ സീരിയലുകളായി അവതരിപ്പിക്കുന്ന ഓരോരോ റിപ്പോർട്ടുകൾ. ഓരോ ബ്യൂറോകളും മത്സരിക്കുകയാണ്. ചില തിരുവനന്തപുരം ബ്യൂറോയിലെ ബ്യൂറോ ചീഫൊക്കെ മത്സരിച്ച് റിപ്പോർട്ടുകൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ പലരും വളരെ അന്തം വിട്ടുപോയി. കാരണം രാഹുൽ ഇത്ര വലിയൊരു ഗോവിന്ദചാമിയേക്കാളൊക്കെ അതിക്രൂരനായ ഒരു പെൺവേട്ടക്കാരനാണ്. ഇന്നലെ പെട്ടെന്നാണല്ലോ അവര് ആ ഒരു നമ്മുടെ ഡിബേറ്റ് ഒക്കെ മാറ്റി. അല്ല, അവിടെ നിന്ന് ഈ റിപ്പോർട്ടർ ചാനൽ കത്തിച്ചു വിട്ട ഈ കൊടുങ്കാറ്റ് അത് കേരളത്തിൻ്റെ പൊതുബോധത്തെ ആദ്യമൊന്ന് സ്പർശിച്ചു. കാരണം ഇത് അത്ര വലിയൊരു കൊടുങ്കാറ്റാണ് ഉയർത്തിവിട്ടത്. പക്ഷേ കേരളത്തിലെ മാധ്യമലോകം, പ്രത്യേകിച്ച് മറ്റ് ചാനലുകൾ അത് ഏറ്റെടുത്തു. അതിനൊരു കാരണം ഈ രാഹുൽ മാങ്കൂട്ടം വേട്ടയാടിയ സ്ത്രീകളിലധികവും മാധ്യമപ്രവർത്തകരാണ് എന്നൊരു മർമറിംഗ് ക്യാമ്പയിൻ ഈ പ്രചരണത്തിനൊപ്പം പോയി. അപ്പോൾ അത് സാധാരണ മാധ്യമപ്രവർത്തകരുടെ ഒരു വികാരം ഉണർത്തി. ഞങ്ങളുടെ ചാനൽ സ്റ്റുഡിയോയിൽ ചർച്ചയ്ക്ക് വന്ന് അവിടെ നിന്നെല്ലാം പെമ്പിള്ളേരെ ഇവൻ വഹിച്ചെടുത്തുകൊണ്ട് പോയോ എന്നുള്ളൊരു പൊതു ഫീൽ മാധ്യമപ്രവർത്തകർക്കിടയിലുണ്ട്. അപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി മാധ്യമങ്ങളെല്ലാം വെച്ച് കാച്ചി. രാഹുൽ ഇതോടുകൂടി തീർന്നു, ശബ്ദരേഖ പുറത്ത്, ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിച്ചു, കൊലപാതകിയാണ് എന്നൊക്കെ പറഞ്ഞ് കത്തിക്കാൻ തുടങ്ങി. പക്ഷേ ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റുകളെല്ലാം ഈ അമിത ആരോപണങ്ങളിലൂടെ മൂടി വയ്ക്കപ്പെട്ടു, അല്ലെങ്കിൽ അതെല്ലാം തകർക്കപ്പെട്ടു. കാരണം ഇതിൽ ശത്രുക്കളുടെ ഗൂഢാലോചനയുണ്ട് എന്ന് തുടക്കം മുതൽ ജനങ്ങൾ സംശയിച്ചിരുന്നു. അത് തെളിയിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഘട്ടം വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ. പിന്നെ ആരോപണങ്ങളുമായി രംഗത്ത് വന്ന ഹണി ഭാസ്കരൻ, അല്ലെങ്കിൽ നിരവധി സാംസ്കാരിക മുഖംമൂടി അണിഞ്ഞവരെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവരൊക്കെ ഒരു ഇടതുപക്ഷ പന്താവിലുള്ളവരാണ്. തുടക്കം മുതൽ ചില ശത്രു നിര രാഹുലിനെതിരെ ഉണർന്നിരുന്നു. സ്വന്തം പാർട്ടിയിൽ, സ്വന്തം ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായി അവരൊക്കെ കൂടി ഒരുമിച്ച് ചേർന്ന് ഇവരെ അങ്ങ് തീർക്കുക, അതൊരു ലക്ഷ്യമിട്ടു. പലവിധ കാരണങ്ങളുണ്ട്. 1 അസൂയ, 2 രാഹുലിൻ്റെ കയ്യിലിരിപ്പ്, 3 ഈ രാഹുലിൻ്റെ പ്രായം, 4 രാഹുലിൻ്റെ സ്വഭാവവും നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് രാഹുൽ എന്ന പോരാളിയെ വീഴ്ത്തുന്നതിൽ എത്തി. പക്ഷേ അവിടെ പിണറായി വിജയനാണ് ഏറ്റവും ഒടുവിൽ വലിയൊരു മഠയത്തരം ചെയ്തത്. ഈ ക്രൈംബ്രാഞ്ചിനെ കേസ് ഏൽപ്പിക്കുക വഴി വലിയൊരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനം ഇനിയും പരിഹസിക്കും, ചാനലുകൾ ഇനി വെള്ളം കുടിക്കും, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ. കാരണം റിപ്പോർട്ടർ ചാനൽ തന്നെ ഇത്തരമൊരു ആരോപണ കുടുക്കിൽ അകപ്പെട്ട സ്ഥിതിക്ക് നാളെ ഒരിക്കൽ കോൺഗ്രസിന് എന്തുകൊണ്ട് ഇരട്ടത്താപ്പ് എന്ന് വേണമെങ്കിൽ പിണറായി വിജയനോട് ചോദിക്കുക. ഇനി ഇലക്ഷന് 10 മാസമേ ഉള്ളൂ.
ആ 10 മാസം കഴിഞ്ഞ് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്ന് കോൺഗ്രസ് സർക്കാർ ഒന്നിലധികം പെൺകുട്ടികളുണ്ട്, അതെ സ്ത്രീകൾ അന്ന് നിലവിൽ വരുന്ന ഒരു കോൺഗ്രസ് സർക്കാരിന് വേണമെങ്കിൽ അന്വേഷിക്കാം. ആകെ കൂടി ഒരു ആട്ടപ്പാടലം വീട്ടിലായ അവസ്ഥയാണ്. അപ്പോൾ ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് ഒരു പക്ഷേ ഇനി ചാനൽ കൂടി കടക്കും. പിണറായി ചെയ്തത് മണ്ടത്തരമായി പോകാനുള്ള സാധ്യതയാണ് 99%. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുന്ന ഈ നിമിഷം വരെ പരാതിക്കാരില്ല, കൃത്യമായ തെളിവുകളില്ല. എല്ലാം ശൂന്യതയിൽ നിന്നുണ്ടായ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ, ശൂന്യതയിൽ നിന്ന് ചിലർ ഉണ്ടായതല്ല, ഉണ്ടാക്കിയെടുത്ത ആരോപണ കൊടുങ്കാറ്റ്. അത് ആ കൊടുങ്കാറ്റ് വന്നതുപോലെ തന്നെ കൊടുങ്കാറ്റ് ഒഴിഞ്ഞു പോയിരിക്കുന്നു. അവിടെയാണ് സീമാജി നായർ, TB മിനി തുടങ്ങിയവരുടെ കുറിപ്പുകൾ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ചില പത്രപ്രവർത്തകരുടെ കുറിപ്പുകൾ ഇപ്പോൾ ശക്തമായ നിലയിൽ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് വരുന്നു. ഇത് രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു വാദമല്ല, മറിച്ച് ചില നെറുകേടുകൾക്ക് നേരെ ശക്തമായി. മാത്രമല്ല എനിക്ക് തോന്നുന്നു മാധ്യമ പ്രസ്ഥാനങ്ങൾ ഇനി കുറേയൊക്കെ ഒന്ന് ഉൾവലിയാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ സഹപ്രവർത്തകർക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള അവർ തന്നെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് വാദിക്കാൻ ഒരു മാധ്യമ സ്ഥാപനങ്ങളും തയ്യാറാകാതെ. മാധ്യമ സ്ഥാപനത്തിലെ മാത്രം കഥയല്ല, എല്ലായിടത്തും ഉണ്ട്, മിക്കയിടത്തും ഉണ്ട്. അപ്പോൾ ആശുപത്രികൾ എടുത്താൽ, എല്ലായിടത്തും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും കാണുന്നു, എവിടെയെല്ലാം കാണുന്നു. ഒരു സമൂഹത്തിലൊരു സർവ്വവ്യാപിയാണ് ഇത്തരം ആരോപണങ്ങൾ. പക്ഷേ ആരോപണങ്ങൾക്കപ്പുറത്ത് അതിൻ്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എത്രമാത്രം, യഥാർത്ഥ നമ്മുടെ ശ്രീമതി ടീച്ചറൊക്കെ പറയുന്ന പോലെ ഈ പീഡനത്തിൻ്റെ തീവ്രത എത്രത്തോളം, അതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതൊരു പുതിയ റിപ്പോർട്ടർ ചാനലിൽ യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ എന്നുള്ള ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടർ TV അത് പുറത്തുവിട്ടത്. പക്ഷേ ശരിക്കും ഈ മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ആ ഒരു പ്രതിഷേധം. അവിടെ എവിടെയാണ് മാധ്യമ സ്വാതന്ത്ര്യം അവിടെ അവരുടെ ഓഫീസൊന്നും എറിഞ്ഞു പൊട്ടിക്കാൻ പാടില്ല യൂത്ത് കോൺഗ്രസ്. ഒരു കരിയോയിൽ വെച്ച് തേച്ചല്ലേ ഉള്ളൂ, എറിഞ്ഞു പൊട്ടിച്ചോ? അല്ല, പക്ഷെ അതും പാടില്ല. ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേർക്ക് ഒരു കടന്നുകയറ്റം അത് കേരളത്തിൽ അനുവദിക്കാൻ കഴിയില്ല. അത് യൂത്ത് കോൺഗ്രസ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ മറുവശത്ത് റിപ്പോർട്ടർ TVയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അവർ ചെയ്ത ഒരു വലിയ ഒരു അപരാധം തന്നെയായി അത് നിലനിൽക്കും. ഈ ക്രൈംബ്രാഞ്ച് കൃത്യമായ പരാതിക്കാരികളിൽ എത്തിയില്ലെങ്കിൽ, തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, വെറും ആരോപണ പുകമറ ഉയർത്തി ഒരു യുവ നേതാവിനെ എന്നേക്കുമായി തീർക്കാനായിരുന്നു ചില ഗൂഢാലോചനക്കാർ ശ്രമിച്ചതെങ്കിൽ കാലം തിരിച്ചടിക്കും. അത് രാഹുലിന് അനുകൂലമാകും. ഓക്കെ, എന്തായാലും നമ്മളുടെ ചർച്ചയുടെ അവസാന ഭാഗം എത്തുമ്പോഴും ഈ പറഞ്ഞ ശൂന്യതയിൽ നിന്ന് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ കിട്ടി, അത് വലിയ ചർച്ചാ വിഷയമാകുകയാണ്. ഏതായാലും രാഹുലിൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത് അവിടെ നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ക്രൈംബ്രാഞ്ച് പുലിവാൽ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് പോയ ഗർഭത്തെ എടുത്ത് തലയിൽ വെച്ച LDF സർക്കാർ എന്ന് അവസാനം പറയേണ്ടി വരും. ഏതായാലും ഇതിൻ്റെയൊക്കെ തെളിവുകൾ സഹിതം കൊണ്ടുവരട്ടെ, സത്യം എന്നും ജയിക്കട്ടെ, അല്ലേ? തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം. നന്ദി സർ.